ഈശോയിലെത്രയും സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് നൽകിയ പുതിയ പ്രമാണത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈശോയുടെ പുതിയ പ്രമാണത്തെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയുടെ പുതിയ കൽപ്പന നാം മനസ്സിലാക്കി. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് പഴയ നിയമത്തിലെ കൽപ്പനയാണ്. പഴയ നിയമത്തിൽ തന്നെ ആ കൽപ്പനയുണ്ട്, നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്, ഒരു അഡ്ജക്റ്റീവ് ഈശോ കൂട്ടിച്ചേർത്തതാണ്. ഈശോ സ്നേഹിച്ചതുപോലെ, ഈശോ സ്നേഹിച്ചതുപോലെ. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അതിലാദ്യം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തിൻ്റെ ഗീതം പാടിയത് നാം പഠിക്കുകയായിരുന്നു. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം ഈ സ്നേഹത്തിൻ്റെ സുന്ദരമായൊരു ഗീതമാണ്. അതേക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് അതിലെ ഒരു തിരുവചനം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ധ്യാനിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം അസൂയപ്പെടുന്നില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഈ അസൂയ ഉണ്ടോ എന്നുള്ളതാണ്. മാനുഷികമായ തലങ്ങളിലെ അസൂയ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില തലങ്ങളിലൊക്കെ വരുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനത്തിലെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലാണ് പൗലോസ് ശ്ലീഹ ഈ അസൂയയെ പെടുത്തുന്നത്. പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണം, അഹങ്കാരത്തിൻ്റെ ഒരു ബാഹ്യരൂപമായിട്ട് ഈ അസൂയയെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസംശയങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദൈവഭക്തി ഇല്ലാതെ വന്നാൽ അത് അഹങ്കാരത്തിലേക്ക് നയിക്കും. ആ അഹങ്കാരം പിന്നീട് വാക്കുകളെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് നയിക്കും, അത് അസൂയയിലേക്ക് നയിക്കും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണമായിട്ട് പൗലോസ് ശ്ലീഹ അസൂയയെ എടുത്തു വയ്ക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിലെ നാം ഇങ്ങനെ വായിക്കുന്നു: അസൂയ മൂലം എല്ലാ ക്രമക്കേടും ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രമക്കേട് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അസൂയയാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. അവിശ്വാസികളുടെ ഒരു അടയാളമാണ് അസൂയ, എ ട്രേഡ് മാർക്ക്. അപ്പോൾ വിശ്വാസികളുടെ ഇടയിലെ ഈ അസൂയ ഉണ്ടാകാൻ പാടില്ല എന്ന് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിലെ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിലെ സ്നേഹമുള്ളവരെ ഈ അസൂയ ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഈ അസൂയയുടെ ചിന്ത നമ്മിൽ നിന്ന് മാറിപ്പോകണം. തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അസൂയ മൂലമുണ്ടായ വലിയ പാപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 5, 6, 7 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലോകത്തിലുണ്ടായ ആദ്യത്തെ കൊലപാതകം, ആബേലിനെ കായേൽ വധിക്കുന്നത്, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അസൂയയാണ് അതിൻ്റെ പിന്നിലുള്ളത്. കായേലിൻ്റെ കാഴ്ച വസ്തുക്കളിൽ അവിടുന്ന് പ്രസാദിച്ചില്ല. പിന്നെ നിങ്ങൾ വായിക്കൂ: ഇത് കായേലിനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കമ്പാരിസനാണ്.
തൻ്റെ സഹോദരൻ്റെ കാഴ്ചവസ്തുക്കൾ ദൈവം സ്വീകരിച്ചു. എൻ്റെ കാഴ്ചവസ്തുക്കൾ എന്തേ ദൈവം സ്വീകരിച്ചില്ല എന്നുള്ള ചിന്ത അവൻ്റെ മുഖം കറുപ്പിക്കുന്നു, അവനെ കോപത്തിലേക്ക് നയിക്കുന്നു, അത് അവനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. കർത്താവ് കായേലിനോട് പറയുന്നുണ്ട്, കർത്താവ് പറയുന്നിങ്ങനെ, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? അസൂയൊക്കെ വന്നാൽ മുഖം വാടിപ്പോകും. കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ചില തിരിച്ചടികൾ, ചില സ്വീകാര്യതകൾ ഇല്ലാതെ പോകുമ്പോൾ കർത്താവ് സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അസൂയയുടെ വികാരത്തിലേക്ക് പോകാനല്ല, ജീവിതത്തിലെ അനുതാപത്തിലേക്ക് തിരിച്ചു വന്ന്, സ്നേഹത്തിൻ്റെ കുറവുകളിലേക്ക് തിരിച്ചു വന്ന് ജീവിതം നവീകരിക്കാനാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കായേലിന് നൽകുകയാണ്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, അസൂയ നമ്മുടെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, കുടുംബത്തിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി, നമ്മുടെ ജീവിതത്തിലേക്ക് അസൂയ കയറി വരും. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി. ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ കയറി വരുന്നുണ്ട്, നമുക്കറിയാം, മാനുഷികമായ തലങ്ങളിലെ. അതുകൊണ്ട് ദൈവമായ കർത്താവ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. യു ഹാവ് ടു സ്ട്രഗിൾ ആൻഡ് യു ഹാവ് ടു ഡിഫീറ്റ് ഇറ്റ്. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് ആ സ്നേഹത്തിൽ വസിച്ച് അസൂയയുടെ വികാരത്തെ വേരോടുകൂടി പറിച്ചു കളയാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ വളരുമ്പോൾ ഈ അസൂയ മാറിപ്പോകും എന്നുള്ളൊരു ചിന്ത നാം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നാം പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതേ അസൂയ മറ്റൊരു തലത്തിൽ തലപൊക്കുന്നത് നാം കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായത്തിലെ യാക്കോബിനെ യൗസേപ്പിന് ഇഷ്ടമാണ്, ഒരു ഉടുപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. തിരുവചനം വായിക്കുന്നു, 37-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ, പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു, അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് അസൂയയുടെ വേറൊരു ലക്ഷണമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അസൂയ മനസ്സിൽ വന്നാൽ നമ്മുടെ സൗമ്യത പോകും. അസൂയ നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ സൗമ്യമായിട്ട് സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മുഖമൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ആ സൗമ്യത നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ജോസഫ് നിഷ്കളങ്കമായി, യൗസേപ്പ് നിഷ്കളങ്കമായി തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ സഹോദരന്മാരോട് പങ്കുവയ്ക്കുകയാണ്. ജോസഫ് ആദ്യം പറയുന്നു ജോസഫിൻ്റെ കറ്റ മറ്റുള്ളവരുടെ കറ്റ, മറ്റുള്ളവരുടെ കറ്റ ജോസഫിൻ്റെ കറ്റയെ വണങ്ങുന്നു, അവർക്ക് അസൂയ ഉണ്ടാകുന്നു. വീണ്ടും ജോസഫ് കണ്ട സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നു. പിതാവ് പറയുന്നു, മിണ്ടല്ലേ, ആ ഹൃദയത്തിൻ്റെ വലിപ്പം നിൻ്റെ സഹോദരന്മാർക്ക് വന്നിട്ടില്ല. അവരതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അസൂയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവനെ വിൽക്കുന്നു, അവനൊരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നു. സ്നേഹമുള്ളവരെ, സ്വന്തം സഹോദരനെ വിൽക്കാൻ മാത്രം അസൂയ അവരെ നയിക്കുകയാണ്, പാപം അവരെ നയിക്കുകയാണ്. ഇത് പതിയിരിപ്പുണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ സഹോദര ബന്ധങ്ങളിലെ ഇത് പതിയിരിപ്പുണ്ട്. സാധാരണ ആരോടാണ് നമുക്ക് അസൂയ തോന്നുക? നമ്മുടെ തരാതരക്കാരോടല്ലേ നമുക്ക് അസൂയ ഉണ്ടാകുക. ഇന്ത്യൻ പ്രസിഡൻറ്റിനോട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, അവരോടൊന്നും നമുക്ക് അസൂയ തോന്നില്ല. എനിക്ക് അസൂയ തോന്നുക എൻ്റെ ബാച്ചിലുള്ള അച്ഛന്മാരോട്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, എൻ്റെ സഹ അധ്യാപകരോട്, ഇവരോടൊക്കെ എനിക്ക് അസൂയ തോന്നും. സ്നേഹമുള്ളവർ, ഇതൊരു കാര്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അസൂയ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം വരുമ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കേണ്ടതാണ്. പക്ഷെ ഞാനറിയാതെ എൻ്റെ മനസ്സിൽ ദുഃഖം വരുന്നു. മറ്റുള്ളവർക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ എനിക്ക് ദുഃഖമാണ് വരേണ്ടത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുക. അത് സത്യത്തിൽ ഭീകരനാണ്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ സന്തോഷം വരാം, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ തകരുമ്പോൾ സന്തോഷിക്കുന്നത് ഭീകരരാണ്. അപ്പോൾ ഈ അസൂയയുടെ ഒരു മറുപുറം, ഒരു ഓപ്പോസിറ്റ് സൈഡ്, ദ അതർ സൈഡ് ഓഫ് ദ കോയൻ, അത് ഭീകരതയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത്ര വലിയൊരു പാപമാണ് ഈ അസൂയ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ പ്രത്യേകിച്ചും വചന ശുശ്രൂഷകൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയവരുടെ ഇടയിലും
ചിലപ്പോഴൊക്കെ ഈ അസൂയയുടെ വിത്തുകൾ ഉണ്ടായി എന്ന് വരാം. ഇവിടെ മോശയ്ക്കെതിരെ മിരിയാമിനും അഹറോനും അസൂയ വരികയാണ്. അതുകൊണ്ടല്ല അവരിങ്ങനെ സംസാരിക്കുന്നത്. കർത്താവായ ദൈവം മോശ വഴി മാത്രമാണോ സംസാരിക്കുന്നത്? ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? ഇതിനനന്തര ഫലം നമ്മൾ കാണുന്നുണ്ട്. മിരിയാം ഒരു കുഷ്ഠം പിടിക്കുകയാണ്. മിരിയാമിന് കുഷ്ഠം പിടിക്കുകയാണ്. സ്നേഹമുള്ളവർ, അസൂയ ഈ കുഷ്ഠമുണ്ടാക്കും. ഒരുപക്ഷേ ശാരീരികമായിട്ടുള്ള കുഷ്ഠമല്ല, മനസ്സിൻ്റെ കുഷ്ഠം. അതുകൊണ്ട് ഈ പാപം നമ്മുടെ ജീവിതത്തിലെ പതിയിരിപ്പുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. അച്ഛൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ സന്തോഷം ഉണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമാണോ വരണേ? ദിസ് ഈസ് ദ ലിറ്റ്മസ് ടെസ്റ്റ്. ഇതാണതിൻ്റെ ഉരക്കല്ല്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ എനിക്ക് ദുഃഖമാണ് വരേണ്ടത്. അങ്ങനെ തന്നെയാണോ? ആ വേദനയാണോ? ആ സഹതാപമാണോ? ആ ദുഃഖത്തിലുള്ള പങ്കുചേരലാണോ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്തു നോക്കാം. അല്ല എങ്കിലേ അവിടെ അസൂയ പതിയിരിപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാവൂളിനെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് നല്ലതാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ രാജാവായ സാവൂളിനെ നാം കാണുന്നത് സാമുവേലിൻ്റെ പുസ്തകത്തിലാണ്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിലെ അവിടെ 18 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ ഈ അസൂയയുടെ ദുരാത്മാവ് ബാധിച്ച സാവൂൾ പ്രവർത്തിക്കുന്ന ദുഷ്കൃത്യങ്ങൾ വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ് ദാവീദിനെ പിൻചെന്ന് വധിക്കാനായിട്ട് സാവൂൾ പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ദാവീദ് ചെറുപ്പക്കാരൻ ഗോലിയാത്തിനെ വധിക്കുന്നു. ഇതാരംഭിക്കുന്ന അവിടെ നിന്നാണ്. അത് നമ്മൾ 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ സമൂവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം പുസ്തകത്തിലെ 18-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ഈ അസൂയയുടെ ആരംഭം നമ്മൾ കാണുന്നുണ്ട്. സൗളിൻ്റെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ദാവീദിനെ അയക്കുന്നത് ഗോലിയാത്തിനെ വധിക്കാൻ. ഗോലിയാത്തിനെ വധിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ രക്ഷപ്പെടുകയാണ്. ഇസ്രായേൽ മുഴുവൻ സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ആ ആഘോഷത്തിൻ്റെ ഘോഷയാത്ര കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, അസൂയയുടെ ആരംഭം സാവൂളിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചു വരുമ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, നിഷ്കളങ്കമായിട്ട് സ്ത്രീകൾ പാടുകയാണ്. അവരെങ്ങനെയാണ് പാടുന്നത്? സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. തിരുവചനം പറയുക, കോപാകുലനാകുന്നു സാവൂൾ. കോപിച്ചുകൊണ്ട് സാവൂൾ പറയുന്നു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രം തന്നു. ആ കമ്പാരിസൺ അവൻ്റെ ഹൃദയത്തിലെ അസൂയ ഉണർത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 9-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്, അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കാൻ തുടങ്ങി. കമ്പാരിസൺ. ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ സാവൂളിന് കൊടുത്തിട്ടുണ്ട്. ആരുമല്ലാത്തൊരു മനുഷ്യനെ ആഗ്രഹമില്ലാതിരുന്നിട്ട് കൂടി രാജാവായി അഭിഷേകം ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ്. ഒരു ഹിസ്റ്ററി ആരംഭിക്കുകയാണ് സാവൂളിലൂടെ, ഒരു ചരിത്രം ആരംഭിക്കുകയാണ് സാവൂളിലൂടെ. അങ്ങനെ അനുഗ്രഹങ്ങൾ സാവൂളിനെ ദൈവം വർഷിച്ചത് എല്ലാം മറന്ന് ഈ ഒരൊറ്റ വാക്ക്, ഈ ഒരൊറ്റ ആഘോഷം, സ്ത്രീകളുടെ ഒരു ആർപ്പുവിളി കേട്ട് സാവൂളിൻ്റെ മനസ്സിലെ അസൂയ ഉണ്ടാവുകയാണ്. കമ്പാരിസൺ. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രം. അതിൽ നിന്ന് സംശയം ഉണ്ടാവുകയാണ്. ഇനി ഇവൻ എന്നെ മറികടക്കുമോ? ഇനി ഇവൻ എന്നെ തോൽപ്പിക്കുമോ? സൗളിൻ്റെ മനസ്സിലെ സംശയങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 9-ാം തിരുവചനത്തിലെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കാൻ തുടങ്ങി. അസൂയയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലമാണ് പ്രിയമുള്ളവർ ഈ സംശയം. പിന്നെ നമ്മൾ വി ആർ നോട്ട് അറ്റ് റെസ്റ്റ്. സംശയമായി, എൻ്റെ സ്ഥാനം പോകുമോ? ഞാൻ ആയിരിക്കുന്നത് നഷ്ടപ്പെടോ? അവനെന്നെ മറികടക്കോ? ഈ സംശയങ്ങൾ, ഈ സ്നേഹത്തിൻ്റെ നിറവിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ക്രൈസ്തവ ജീവിതം കലുഷിതമായി തുടങ്ങുന്നത് കണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. നല്ലൊരു വീട്ടിലുള്ളൊരു ചേട്ടൻ
സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തൊരു ചേട്ടൻ, ആൾക്കൊത്തിരി പൈസ വന്നു. അങ്ങനെ വന്നപ്പോൾ ആളുടെ വീട് പൊളിച്ച് നല്ലൊരു വീട് പണിതു, സുന്ദരമായിട്ടുള്ള വീട്. ഇവനേക്കാളും അല്പം കൂടി നല്ല വീടാണ്. ആൾക്കിപ്പോൾ നല്ല വീടുണ്ട്. അപ്പോൾ എന്താ ചെയ്തേ? ആളുടെ വീട് പൊളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് കാശ് കയ്യിലുണ്ട്. ആ കാശ് കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് പണിതു. പക്ഷേ കയ്യിലത്തെ കാശ് കഴിഞ്ഞു. കയ്യിലത്തെ കാശ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ആ ലോൺ എടുത്തപ്പോൾ എന്തായി? ആ ലോണ് വീട്ടാൻ വഴിയില്ല. എന്നിട്ട് വാടക വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കി വിഷമിച്ച് നെഞ്ചത്തടിച്ച് വിഷമിക്കുക. കമ്പാരിസൺ, സംശയം, അത് അസൂയ, അത് കൊണ്ടെത്തിക്കുന്നത് കണ്ടോ? നാം അറിയാതെ പാപം നമ്മെ ചതിക്കുന്നു, സ്നേഹത്തിൻ്റെ കുറവ് നമ്മെ ചതിക്കുന്നു. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടുത്തൊരു ഘട്ടം, വചനം നമ്മെ പഠിപ്പിക്കുന്ന അടുത്തൊരു ഘട്ടം, പിറ്റേ ദിവസം ദൈവം അയച്ചൊരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. അടുത്ത സ്റ്റേജ് ദുരാത്മാവ് ബാധിക്കുക എന്നുള്ളതാണ്, പിശാച് ബാധിക്കുക എന്നുള്ളതാണ്. അസൂയയിൽ മനസ്സ് ആണ്ടുപോയാൽ ഹീസ് എ സ്ലേവ് ടു ഡെവൽ. അവൻ പിശാചിന് അടിമപ്പെട്ടു. പിശാചിൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് അവൻ്റെ ജീവിതം മാറുകയാണ്. അതാണ് ഭ്രാന്തനെ പോലെ അവൻ പുലമ്പ എന്ന് പറഞ്ഞാൽ. സമചിത്തം നഷ്ടപ്പെട്ടു. എന്തിനാ സമചിത്തം നഷ്ടപ്പെട്ടെ? എന്ത് നഷ്ടപ്പെട്ടു സാവൂളിനെ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും ഇസ്രായേൽ രാജാവാണ്. ഈ ഒരൊറ്റ ആർപ്പുവിളി, സ്ത്രീകളുടെ ഒരൊറ്റ ആർപ്പുവിളി നിഷ്കളങ്കമായിട്ട് അവരെ സന്തോഷത്തോടു കൂടി മതിമറന്ന് പാടിയതാണ്. അത് സംശയത്തിലേക്കും, ആ സംശയം ദുരാത്മാവിലേക്കും, ദുരാത്മാവിൻ്റെ ആവാസത്തിലേക്കും അവരെ നയിച്ച് അവരുടെ സമചിത്തം നഷ്ടപ്പെട്ട് അവൻ ഭ്രാന്തനെ പോലെ പുലമ്പുന്ന അവസ്ഥയിലേക്ക് സാവൂളിനെ എത്തിച്ചതാണ്. നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനെതിരെ കുന്തമെറിഞ്ഞ് ദാവീദിനെ കൊല്ലാൻ 2 തവണ പരിശ്രമിക്കുന്ന സാവൂളിനെ ഈ അസൂയ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. സാവൂൾ എന്നുള്ള കഥാപാത്രം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങൾ എറിയുകയാണ്. അവസാനം അത് ആത്മഹത്യയിൽ അവസാനിക്കുന്നൊരു ജീവിതമായിട്ട് ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിലെ. കുന്തത്തിൻ്റെ മുകളിൽ വീണ് മരിക്കുന്നു ഫിലിസ്തീനായിട്ടുള്ള യുദ്ധത്തിൽ. ഒരർത്ഥത്തിൽ ആത്മഹത്യ എന്ന് തന്നെ പറഞ്ഞു പോകാം അതിനെക്കുറിച്ച്. ആ തരത്തിൽ മരിച്ചു പോകുന്ന സാവൂളിൻ്റെ ഒരു ദുരന്ത അവസ്ഥ നമ്മുടെ മുമ്പിലെ ഈ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഉള്ളിൽ അസൂയയുണ്ടോ? ഉള്ളിൽ അസൂയയുണ്ടോ? തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ഇത് ലിറ്ററലി ശരിയാകാം കേട്ടോ. ജീവിതത്തിൽ അസൂയ വന്നാൽ ആരോഗ്യം ക്ഷയിക്കും. ജീവിതത്തിൽ അസൂയ വന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിൻ്റെ പോലും ആരോഗ്യം ക്ഷമിക്കും. നമ്മൾ കാണുന്നു മുഖം കറുക്കുന്ന മനുഷ്യർ, കുഷ്ഠരോഗം വന്ന മീറാം, സമചിത്തം നഷ്ടപ്പെട്ടു പോയ സാവൂള്. അതുകൊണ്ട് ഈ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ അസൂയയെക്കുറിച്ച് പറയുന്നത് എൻവി ഈസ് എ ഡയബോളിക്കൽ സിൻ, പൈശാചികമായ പാപം എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ ഈ അസൂയയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. അസൂയയെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയുന്നത്, അസൂയ വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം ഒരു മൃതശരീരമായിട്ട് മാറും. ക്രിസ്തുവിൻ്റെ ശരീരസഭ അതൊരു മൃതശരീരമായിട്ട് മാറും. മരിച്ചതിന് തുല്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഇടയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അസൂയയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടില്ല എങ്കിലേ എന്നുള്ളത് സഭാപിതാക്കന്മാർ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയമുള്ളവർ, ഇവിടെ ഈ ഒരു അവസരത്തിൽ അസൂയയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളതിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹായോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്നു യോഹന്നാൻ ശ്ലീഹ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ, ഇത് തന്നെ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നത് യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങളൊരു മനുഷ്യനെ തടഞ്ഞു കേട്ടോ, ഞങ്ങളൊരു മനുഷ്യനെ വിലക്കി, കാരണം അവൻ നിൻ്റെ നാമത്തിലെ പിശാചുക്കളെ പുറത്താക്കുന്നു, പക്ഷെ അവൻ നമ്മുടെ കൂടെയുള്ളവനല്ല, ഹീ ഈസ് നോട്ട് വിത്ത് അസ്, അതുകൊണ്ട് ഞങ്ങൾ വിലക്കി.
ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ അല്പം കൂടി വളരെ സുവ്യക്തമായിട്ട് പറയുന്നുണ്ട് 9-ാം അധ്യായം 49-ാം തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നതാണ്. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങളവനെ തടഞ്ഞു. ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട്. അവൻ അനുഗമിക്കുന്നുണ്ടാകാം, അത് ഈശോയ്ക്കും അറിയാം. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, ഈശോ ആ അവസരത്തിൽ ശിഷ്യന്മാരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ കൂടെയുള്ളവരാണ് കേട്ടോ എന്ന്. പക്ഷേ യോഹന്നാൻ്റെ മനോഭാവം കണ്ടോ, ഇതൊരു അരൂപിയാണ്. ഈ അരൂപി ഇതാണ്, ഞങ്ങളോടൊപ്പം, ഞങ്ങൾ പറയണ പോലെ, ഞങ്ങളിലൂടെ മാത്രമേ ആ നന്മയുണ്ടാകാൻ പാടൂ, ഞങ്ങൾ പറഞ്ഞ രീതിയിലേ ആ നന്മയുണ്ടാകാൻ പാടൂ. ഇതൊരു അരൂപിയാണ്, ഇതൊരു അസൂയയുടെ അരൂപിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞാൽ എന്നിലൂടെ മാത്രമേ നന്മയുണ്ടാകാൻ പാടൂ. ഇതും അസൂയയുടെ ഒരു ഡയമെൻഷനാണ്. ഓൺലി ത്രൂ ബി, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ. ഇതാണ് യോഹന്നാൻ ശ്ലീഹ അവിടെ പറയുന്നത്, അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നില്ല. അതാണ് ഈശോ വ്യക്തമായിട്ട് ശിഷ്യന്മാരെ തിരുത്തിക്കൊണ്ട് പറയുന്നത്. സ്നേഹമുള്ളവരെ, നാം ആഗ്രഹിക്കാത്ത രീതിയിലും തമ്പുരാന് നന്മ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. പഴയ നിയമത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സംഭവം സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവായ ദൈവം മോശയോട് പറയുകയാണ്, 70 പേരെ തിരഞ്ഞെടുത്തുകൊള്ളൂ. ഈ 70 പേർക്ക് നിൻ്റെ ചൈതന്യം, നിൻ്റെ മേലുള്ളൊരു ചൈതന്യം, അതിൻ്റെ ഒരു ഭാഗം 70 പേർക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. അങ്ങനെ 70 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ 70 പേരും കൂടാരത്തിൻ്റെ ചുറ്റും നിർത്തി അവരൊക്കെ പ്രവചിക്കുകയാണ്. അങ്ങനെ പ്രവചിക്കുന്ന സമയത്ത് 2 പേരെ, എൽദാദ് മെദാദ് എന്നീ 2 പേരെ അവർ കൂടാരത്തിൻ്റെ വെളിയിൽ വന്നിട്ടില്ല, കൂടാരത്തിൻ്റെ ചുറ്റും വന്നിട്ടില്ല. അവർ പാളയത്തിൽ തന്നെ ഇരിക്കുകയാണ്. 2 പേര്, തിരഞ്ഞെടുത്ത 70 പേരിൽ 2 പേര് എത്തിയിട്ടില്ല. എൽദാദ് മെദാദ് എന്നുള്ള 2 പേര് എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവാവ് ഓടി വന്നുകൊണ്ട് പറയുന്നത്, ദേ ആ 2 പേര്, ഇങ്ങോട്ട് വരാത്ത 2 പേര്, വരാൻ നീ പറഞ്ഞിട്ടും വരാത്ത 2 പേര്, അവരിതാ പാളയത്തിനകത്തിരുന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ വിലക്ക്. ഇത് പറയുന്നത് ജോഷുവാണ്. ഇത് കേൾക്കുമ്പോൾ നൂനിൻ്റെ മകനായിട്ടുള്ള ജോഷുവ ഉടനെ തന്നെ പറയും, അവരെ വിലക്ക്. അത് ശരിയല്ല. നീ പറഞ്ഞ പോലെ തന്നെ, നീ പറഞ്ഞ രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. അവരിവിടെ വരണം, അവർ ഇവിടെ ഇതിൻ്റെ ഒപ്പമുണ്ടാകണം, എങ്കിലേ അവർ പ്രവചിക്കാൻ പാടൂ. മോശ ജോഷുവെ തിരുത്തിക്കൊണ്ട് പറയുന്നത്, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകണം. അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവരും പ്രവാചകന്മാരാകട്ടെ, എല്ലാവർക്കും കർത്താവിൻ്റെ ആത്മാവ് ലഭിക്കട്ടെ. എന്തിനവരെ മാറ്റി നിർത്തണം? സ്നേഹമുള്ളവരെ, ഇതൊരു സബ്റ്റിൽ ഡയമെൻഷനാണ് അസൂയയുടെ. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അസൂയയുടെ ഈ ഡയമെൻഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേ ആ നന്മയുണ്ടാകാൻ പാടും. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വന്നില്ല എങ്കിൽ എൻ്റെ മനസ്സ് വേദനിക്കും. അവിടെ വിഷമായി, അവിടെ ബുദ്ധിമുട്ടായി, അവിടെ വിലക്കായി, അവിടെ തടയലായി. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ മനസ്സുകൾക്ക് വലിയൊരു പാഠം നൽകുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കണ്ടത് അസൂയയുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചാണ്. സ്നേഹത്തിൽ വളരുമ്പോൾ പാപം പതിയിരിക്കുന്നൊരു മേഖല അസൂയയുടെ ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മുഖം കറുപ്പിക്കും, ഇത് നമുക്ക് കുഷ്ഠരോഗം കൊണ്ടുവരും, ഇത് നമ്മുടെ അസ്ഥികളെ ദ്രവിപ്പിക്കും. സാവൂളിൻ്റെ ജീവിതം നമ്മൾ കണ്ടു. ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവ് എങ്ങനെയാണ് അധപതിച്ചു പോയതെന്ന്. ആ കമ്പാരിസൺ പിന്നീട് അവൻ്റെ സമചിത്തത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, ദുഷ്ടാരൂപിയുടെ ആവാസമുണ്ടാകുന്ന തലങ്ങളിലേക്ക്, ഒരു ഭ്രാന്തനെ പോലെ അവനെ മാറ്റി തീർക്കുന്നത്. എത്ര തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സമൂവേലിൻ്റെ പുസ്തകത്തിലെ വധിക്കാനായിട്ട് നടക്കുകയാണ്, ദാവീദിനെ കൊല്ലാനായിട്ട് നടക്കുകയാണ് ഈ ഒരു മനുഷ്യൻ സാവൂള്. അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതം ഈ അസൂയ എന്നുള്ള പാപം തകർക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. യോഹന്നാൻ ശ്ലീഹായോട് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക.
അസൂയയുടെ അടുത്തൊരു ഡയമെൻഷൻ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നിലൂടെ മാത്രമേ നന്മയുണ്ടാകാൻ പാടൂ എന്നുള്ളൊരു ഡയമെൻഷൻ. സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭയിലെ സുന്ദരമായിട്ടുള്ളൊരു പ്രാർത്ഥന, ഓശാനയ്ക്ക് മുമ്പ് കാർമ്മികൻ താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ഇപ്രകാരമാണ്: കർത്താവ്, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. സാധിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലാം. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ അസൂയയുടെ ഡയമെൻഷൻ മാറിപ്പോകട്ടെ. നമുക്ക് ഒരുമിച്ച് സ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രമാണം നമുക്ക് ജീവിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ നമ്മെ ഈ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.